ചേട്ടന്മാരെ ചേച്ചിമാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പം എസ്എൻ മോളിൽ ഷോപ്പിംഗ് കഴിഞ്ഞിങ്ങനെ ഒരു ജസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വരും, ആരാ ഇത്ര ഹാപ്പി ആയിട്ടുള്ളവരെന്നുള്ളത് അല്ലേ? ഹാപ്പി ആവുക എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാവർക്കും പോസിബിൾ അല്ല. ബിക്കോസ് ചിരിച്ചിരിക്കുന്ന എല്ലാവരും ഹാപ്പിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി സീരിയസ് ആയിട്ടിരിക്കുന്നവർ മനസ്സിൽ നല്ല കോമഡി അടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പുറമേ കണ്ടിട്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എൻ്റെ ദൈവം പടച്ചു വിട്ടേക്കുന്നേ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്ത് ഹാപ്പിയമായ? ഹാപ്പി ആയതുകൊണ്ടൊന്നുമല്ല, നമ്മൾ അത്രയും വലിയ ബുദ്ധിമുട്ടുകളും ദൈവം ഇതുവരെ തന്നിട്ടില്ല. അതിലും വലിയ വലിയ കടമ്പകളൊക്കെ കഴിഞ്ഞ്, സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹാപ്പി എപ്പോഴും, എന്നാൽ എന്ത് സങ്കടം വന്നാലും ആ സമയം നമ്മൾ വിഷമിക്കും, പിന്നെ അതങ്ങ് ഓവർകം ചെയ്യും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. അപ്പം നമ്മൾ ചിരിക്കുന്നവരെല്ലാവരെയും നമ്മൾ ഒത്തിരി ഹാപ്പിയാണ്, അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവളുടെ ലൈഫിലൊന്നും പ്രശ്നങ്ങളില്ല എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം ചാർലി ചാപ്ലിൻ, മിസ്റ്റർ ബീൻ, ഇവരുടെയൊക്കെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക, വിഷമങ്ങളിൽ കൂടെ കടന്നുപോയ ചൈൽഡ്ഹുഡായിരുന്നു അവർക്ക്. ഇപ്പം ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന നമ്മളെ ഫേമസ് കൊമേഡിയൻ അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ലൈഫിലെ ഓരോ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ, അപ്പൻ നേരത്തെ അവരെ വിട്ടുപോയി, അമ്മ സിംഗറായിരുന്നു, സ്റ്റേജിൽ വെച്ച് അവരുടെ സൗണ്ട് പോയപ്പോൾ എല്ലാവരും അവരെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ചാർലി ചാപ്ലിൻ ചെറിയ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കോമഡിയൊക്കെ അടിച്ച് ആ സമയം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത്, അങ്ങനെയാണ് അവരുടെ ഒരു തുടക്കം. അതേമാതിരി ഇപ്പം മിസ്റ്റർ ബീൻ്റെ കാര്യം തന്നെയാണെങ്കിലും ഭയങ്കര വിരൂപനായിട്ട് എല്ലാവരും കളിയാക്കി, പിള്ളേരെ ഒറ്റപ്പെടുത്തി, നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്, പിന്നെ വിക്കുണ്ടായിരുന്നു. പക്ഷെ ആളുടെ ബോഡി ലാംഗ്വേജ് പലരെയും ഫണ്ണി ആക്കുന്നത് കണ്ടിട്ട് ആൾ ആ ഒരു എന്താ പറയുക, കഴിവ് കേടുന്നെ ആളൊരു യൂസ്ഫുൾ ടാലൻ്റാക്കി മാറ്റി. ഇപ്പം ലോക പ്രശസ്തനായ ഒരു ആക്ടറായിട്ടും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് മിസ്റ്റർ ബി മാറിയല്ലോ. മിസ്റ്റർ ബീൻ്റെ കാർട്ടൂൺസ് കാണാത്തവർ വളരെ കുറവായിരിക്കും. അതേമാതിരി ധർമ്മജൻ ബോൾഗാട്ടി, നമ്മുടെ ലൈഫിൽ, നമ്മുടെ മലയാളത്തിൽ തന്നെ എത്ര ആൾക്കാർ ഒക്കെ, എല്ലാവരും ഒത്തിരി ഹാർഡ്ഷിപ്സിൽ കൂടെ ഭയങ്കര ചെറുപ്പകാലത്തൊക്കെ ഒത്തിരി വിഷമിച്ച് വന്ന കുറേ ആൾക്കാർ. പിന്നെ ഒത്തിരി എല്ലാവരും ഇപ്പോൾ യേശുദാസിൻ്റെ കേസ് തന്നെയാണെങ്കിൽ, അത് കോമഡിയുടെ കാര്യത്തിലല്ല, ആള് റേഡിയോയിലൊക്കെ പാടാൻ പോയപ്പോൾ ആടിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസുകളുണ്ട്. അപ്പം ചില കാര്യങ്ങളും ചിലർ നമ്മളെ ഇഷ്ടപ്പെടില്ല, ചിലർ നമ്മളെ ഉപേക്ഷിക്കും, റിജക്റ്റ് ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും അത് തളരാതെ മുമ്പോട്ട് പോയാൽ ഒരു ടൈമിൽ നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ദിവസത്തിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ഡൗണായി പോവാതെ, വിഷമിക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് മുമ്പോട്ട് വരണം. അതാണ് ഇന്നത്തെ എൻ്റെ അഡ്വൈസ്. അപ്പം എല്ലാവരെയും ജഡ്ജ് ചെയ്യാതെ നമ്മുടെ കേടുകളെ നമ്മൾ കഴിവുകളാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമിക്കാതെ നന്നായിട്ട് ജീവിതം മുമ്പോട്ട് പോകാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ആക്സറീസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയത്തില്ല, കണ്ടോ? ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ കളക്ഷൻസാണ്. ആ കൂടെ അവൾ ബിസിനസ് കൂടെ, പിന്നെ ജീവിച്ച് പോകണ്ടേ? അപ്പം റോസാഷ് കളക്ഷൻസ് പുതിയ കുറേ കളക്ഷൻസ് കൊണ്ടുവന്ന് ഡെയിലി യൂസാണ് ഇതൊക്കെ. അതിന് പറ്റിയതാണ്, മോതിരവും എല്ലാം മാച്ചിങ്. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. അപ്പം വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും പോയി കിടന്നുറങ്ങ്. നാളെ നേരത്തെ എണീറ്റ് നന്നായിട്ട് ജോലിക്കൊക്കെ പോയി ഹാപ്പി ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല എൻജോയ് ചെയ്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ബൈ.